നമസ്കാരം, കിറ്റിക്കാറ്റ് ആരോസിലേക്ക് സ്വാഗതം. അടുത്ത 24 മണിക്കൂറിനുള്ള ഓറക്കൽ മെസ്സേജ് ആണ്. ഒരു ലവറെ കാണിക്കുന്നത്. ഈ ലവർ കുറച്ചു നാളായി നമ്മളുടെ ഓറക്കൽ മെസ്സേജിൽ കിടന്ന് കറങ്ങുന്നത്. വളരെ ലോയൽ ആയ ഒരു ലവറാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ലവറാണ്. അപ്പൊ നിങ്ങൾ ഈ ലവറിന്റെ വിശ്വാസത്തെ കുറിച്ച് നിങ്ങൾ ഭയങ്കര ചിന്തയാണ്. ഈ വ്യക്തി നിങ്ങളെ പറ്റിക്കുന്നുണ്ടോ, അതോ സത്യസന്ധമായ സ്നേഹമാണോ? ചിലപ്പോൾ ഈ വ്യക്തിയുടെ സ്നേഹം ഓവർ ആണെന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ട്. അതൊരു അഭിനയമാണോ എന്നൊരു തോന്നലുള്ളതുകൊണ്ട് നിങ്ങൾ ആ ഒരു ചിന്തയിലാണ്, ടെൻഷനിലാണ്. പക്ഷെ ഈ വ്യക്തി വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളാണെന്നാണ് പറയുന്നത്. അത് 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് അതിനൊരു പ്രൂഫ് കിട്ടും, വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളാണെന്ന് ഇതിന്. പിന്നെ വളരെ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു ആളുണ്ട്. ചിലപ്പോ ഭാര്യയോ ഭർത്താവോ നന്നായിട്ട് വെള്ളമടിക്കുന്ന ഒരു വൈകി വീട്ടിൽ വരുന്ന ഒരാള്, വീട്ടിൽ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ പെരുമാറുന്ന, ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങി നടക്കുന്ന ഒരു വ്യക്തി. ആ വ്യക്തിയെ കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെട്ടിരിക്കുന്ന ഒരാളുണ്ട് ഇവിടെ. അപ്പൊ 24 മണിക്കൂറിനുള്ളില് ഈ വ്യക്തിക്ക് ഒരു ലെറ്റർ വരും. ചിലപ്പോൾ പട്ടാളത്തിലൊക്കെ ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ ജോലി ഇല്ലാത്തത് കൊണ്ട്, ജോലി നഷ്ടപ്പെട്ടത് കൊണ്ടായിരിക്കാം ഈ ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങുന്നത്, വെള്ളമടിക്കുന്നതെല്ലാം. അത് മാറാനായിട്ട് ഈ വ്യക്തിക്ക് 24 മണിക്കൂറിനുള്ളിൽ ഒരു ജോലിക്ക് ജോയിൻ ചെയ്യാനുള്ള ലെറ്റർ വരുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങളാണ് ഈ വ്യക്തിയെ ഓർത്ത് സങ്കടപ്പെടുന്നതെങ്കിൽ ഒരു അറുതി വരുമെന്ന് കാണിക്കുന്നുണ്ട് 24 മണിക്കൂറിനുള്ളിൽ. ഒരു സന്തോഷത്തിന്റെ കാർഡ് വരുന്നുണ്ട്. ഒരു യങ് വുമണെ കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു ഫ്രണ്ടും. അപ്പോ ഇത് ഫെസ്റ്റീവ് സീസൺ ആണല്ലോ, ഓണമാണ്, എല്ലാവർക്കും വെക്കേഷൻ ഒക്കെ ഉള്ള സമയമാണ്. അപ്പൊ നിങ്ങളുടെ പലരുടെയും ഫ്രണ്ട്സ്, കുറെ നാള് കാണാതിരുന്ന കുറെ ഫ്രണ്ട്സിനെയൊക്കെ നിങ്ങൾ മീറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ കുറെ നാള് നിങ്ങൾ സംസാരിക്കാതിരുന്ന ഒരു ഫ്രണ്ട് നിങ്ങൾ അന്വേഷിച്ചു വരും. ഒരു യങ് വുമൺ ആണെന്നാണ് പറയുന്നത്. ഒരു വെഡ്ഡിങ് കാണിക്കുന്നുണ്ട്. വെഡ്ഡിങ്ങിന് വേണ്ട പൈസ, കല്യാണം നടത്താനുള്ള പൈസ ചിലപ്പോ എല്ലാം സ്വരൂപിച്ചു വെച്ചിട്ട്, അത് പക്ഷെ എവിടെയാണ് വെച്ചത് എന്ന് ചിലപ്പോ ആ വ്യക്തി, നിങ്ങളുടെ കല്യാണം നടത്താനായിട്ട് പൈസ സ്വരൂപിച്ചു വെച്ച ആള് മരണപ്പെട്ടു പോയിട്ടുണ്ടാവും. അപ്പൊ ആ വ്യക്തി വില്ല് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ പൈസ എവിടെയാ, നിങ്ങളുടെ വീട്ടിലെ ഏതോ ഒരു റൂമില് ആ വ്യക്തി ആ ഡീറ്റെയിൽസ് എല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആ വീട്ടില് എല്ലാ റൂമും ശരിക്കും, ഈ വ്യക്തിയുടെ ഓഫീസ് റൂമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് ശരിക്കും ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാല് നിങ്ങളുടെ വിവാഹത്തിന്റെ കാര്യങ്ങൾ, ഡീറ്റെയിൽസ് എല്ലാം ഈ വ്യക്തി എവിടേക്കോ പൈസ എല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് നിങ്ങൾക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. ഇതാണ് ഓറക്കൽ മെസ്സേജ് ഇന്നത്തെ. താങ്ക് യു.